ഞങ്ങൾ അമ്മമാരാണ്, പെൺമക്കളുടെ അമ്മമാരാണ് ഞങ്ങൾ. അവരെ പഠിപ്പിച്ച് ഒരു ജോലി കിട്ടും വരെ അവരെ നോക്കി അന്വേഷിച്ച് അവരെ ഞങ്ങൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വിടുന്നത്, വിവാഹിതരാക്കുന്നത്. അവർക്ക് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. ആ പരിശ്രമത്തിനെയും മറികടന്നുകൊണ്ട് ഗാർഹിക പീഡനമെന്ന കാരണത്താൽ ഒറ്റപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെയും ആ അമ്മയെയും കൊലപ്പെടുത്തി അവർക്ക് ദൈവം നീതി ഒരിക്കലും കൊടുക്കുകയില്ല. ഇതാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ജീവിക്കുന്നവനായ ദൈവമുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നീതി നടന്നിരിക്കും, കുട്ടികൾക്കും നീതി ലഭിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജനതകളെല്ലാം ഇതിൻ്റെ പുറകെയുണ്ട്. അവിടെ CCTV ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കും. കാര്യം വെച്ചാൽ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരെ ഇവിടുത്തെ പോലീസ് അധികാരികൾ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവിടെ CCTV അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാമായിരുന്നു. 5 CCTV അവിടെ അവരുടെ വീടിൻ്റെ വാതിൽ തന്നെയുണ്ട്. നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. എനിക്ക് ആത്മഹത്യയാണേലും കൊലപാതകമാണേലും എനിക്ക് സത്യം തെളിഞ്ഞാൽ മതി. എനിക്ക് അവരെ പെടുത്തണമെന്നോ, ഞാൻ 10 കൊല്ലം പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ നിൽക്കേണ്ട ആളല്ല, അവരുടെ കൂടെ നിൽക്കേണ്ട ആളാണ് ഞാൻ. ഇത് പറയുന്നത് ഞങ്ങളുടെ നേർക്കാട് കരയിൽ ഇതുപോലൊരു ദുർമരണം ഉണ്ടായിട്ടില്ല. എനിക്ക് എനിക്ക് സത്യമാണെങ്കിൽ അവരെ ശിക്ഷിക്കണം, സത്യമല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവിടെ CCTV ഒന്നും ഇല്ലല്ലോ. ഇപ്പം അവിടെ ഇല്ലാത്തത് അവരെന്തുകൊണ്ട് അവർ അത് മാറ്റിയതാ. അതിവിടെയുള്ള ആ കരയിലുള്ള ആരോട് ചോദിച്ചാലും അവിടെ CCTV ഉണ്ടോ ഇല്ലയോ എന്ന് പറയും. അവിടെ നേരത്തെ ബസ് കടന്നുകൊണ്ടിരുന്നത് അവരുടെ വീടിൻ്റെ വാതിക്കാണ്. ആ ബസ്സിന് CCTV ആണ് ഉണ്ടായിരുന്നത്. മേളിൽ ഒരെണ്ണമുണ്ട്. നേരെ ചെല്ലുമ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ വലത്ത് സൈഡിൽ ഒരു CCTV ഉണ്ട്, അവരുടെ പോർച്ചിലൊരു CCTV ഉണ്ട്, അവരുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു CCTV ഉണ്ട്. മൊത്തം അവിടെ മൊത്തത്തിൽ 4 or 5 CCTV ഉണ്ട്. ഇപ്പം ഇവിടുത്തെ പോലീസുകാർ അന്വേഷിച്ചാൽ പോലും ആ പോലീസുകാർ അവിടുത്തെ പഴയ സ്റ്റാഫുകളാണ് തന്നെ ആ വണ്ടിയെ വർക്ക് ചെയ്യുന്നത്. അവരോട് ചോദിച്ചാൽ പോലും പറയും അവിടെ ആ വീട്ടിൽ CCTV ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ഇവിടുത്തെ പോലീസുകാർ അന്വേഷിക്കുന്നില്ലല്ലോ. ഞാൻ ആ ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്താണ്. ഈ ബസ് കൊടുക്കുന്ന സമയത്ത് അത് കേസെന്ന് പറഞ്ഞാൽ മോണിസ്റ്റാറുമായിട്ടുള്ള വിഷയം ഉണ്ടാക്കിയാണ് ഇത് ആയത്. അതുകൊണ്ട് പുള്ളി വണ്ടി വിറ്റു ഇതായിട്ട് നിന്നു. പാർക്കിംഗ് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടൊരു പാർക്കിംഗ് പ്ലേസ് ആയിട്ട് വണ്ടി വിറ്റ് കഴിഞ്ഞാണ് എന്നാ ഞാൻ അറിഞ്ഞേക്കുന്നത്. ഞാൻ അന്നേരം വണ്ടിയില്ല, ഞാൻ അതിന് മുമ്പാണ്, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. 10 വർഷം മുമ്പ് നോക്കുമ്പോഴും അവിടെ CCTV ഉണ്ട്. അവിടെ ഉണ്ട്. അന്നേരം ആദ്യം ഞാൻ പോരുമ്പോൾ 2 CCTV. ചേട്ടന് ഇപ്പം പോലീസ് പറയുവാണ്, നിങ്ങൾ സാക്ഷിയായിട്ട് പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. എനിക്ക് പറയുന്നത് ഞാൻ ആരുടെയും ചിലവല്ല കഴിയുന്നത്. എനിക്ക് ആരും ഇങ്ങോട്ട് എനിക്ക് 1 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് ഒരു കിലോ പഞ്ചസാരയോ അല്ല 1 കിലോ ഉപ്പോ ഇതൊന്നും ആരും തരുന്നില്ല. നമുക്ക് ആരോടും പറയാം. ഞാൻ ഇന്ന് അവധിയെടുത്താണ് വന്നേക്കുന്നത്. അവധിയെടുത്ത് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ വെറുതെ വിട്ടോ. എനിക്ക് അതിനകത്ത് നമുക്ക് ഏറ്റവും സന്തോഷം. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേൾക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷം. പക്ഷേ നമ്മൾ നേരിട്ട് ഞങ്ങളുടെ കരയിൽ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.